എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയും ആ ക്രാക്കർ വില്ലനും അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലൂഫി ആദ്യമായിട്ടാണ് അവന്റെ ഫോർത്ത് ഗിയറിൽ ഇത്രയും ടൈം പിടിച്ചു നിൽക്കുന്നത്. ലൂഫി അവൻ ഓരോ തവണ ബിസ്ക്കറ്റ് സ്ക്വാഡ്സിനെ ക്രിയേറ്റ് ചെയ്യുന്തോറും അവന്റെ പവർ ഉപയോഗിച്ച് അവറ്റകളെ തകർത്തുകൊണ്ടേയിരിക്കും. അവറ്റകളെ മുഴുവനായിട്ടും തകർത്ത് ആ റിയൽ ക്രാക്കർ വില്ലനെ അവനെ പിടിച്ചു വലിച്ച് നിലത്തടിച്ച് കൊന്നാൽ മാത്രമേ ലൂഫിയെ കൊണ്ട് ഇപ്പൊ സാഞ്ചിയുടെ അടുത്തേക്ക് പോകാൻ പറ്റൂ. മാത്രമല്ല ഇവന്റെ സിസ്റ്റർ അവൾ പിടിച്ചു വെച്ച നമ്മുടെ ചോപ്പറിനെയും ക്യാരറ്റിനെയും അവരെ രണ്ടുപേരെയും തിരികെ പിടിക്കാൻ പറ്റൂ. ലൂഫിയുടെ മുൻപിൽ ഒട്ടും സമയമില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും അവന്റെ ഈ പവർ മുഴുവനായിട്ടും പോയി അവൻ തളർന്ന് താഴെ വീഴാം. അങ്ങനെ സംഭവിച്ച അത് ഈ ക്രാക്കർ വില്ലിന് വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അടുത്ത നിമിഷം അവൻ ലൂഫി അറ്റാക്ക് ചെയ്ത് കൊല്ലും. സോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ലൂഫി വീണ്ടും വീണ്ടും അവന്റെ സർവ്വശക്തി എടുത്ത് അവനെ ആഞ്ഞടിക്കും. ക്രാക്കറിനാണെങ്കിൽ ലൂഫിയുടെ അവസ്ഥ കാണുമ്പോൾ ചിരി വരികയാണ്. എന്തുപറ്റി? നിന്റെ പവറും കോൺഫിഡൻസും അതൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ, കുറഞ്ഞു വരികയാണല്ലേ. നിന്റെ ഈ ഫോർത്ത് ഗിയർ പവർ അത് മുഴുവനായിട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ ലൂഫിയെ നോക്കി കളിയാക്കി ചിരിച്ച് വീണ്ടും ബിസ്ക്കറ്റ്സ് ഉപയോഗിച്ച് ക്രാക്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ലൂഫി ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ഒരു കൈ അതങ്ങനെ ജയന്റ് കൈയാക്കി മാറ്റും. ഗം ഗോ ഗൺ എന്ന് പറഞ്ഞ് ലൂഫി അവന് നേരെ അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. വില്ലനാണെങ്കിൽ ഞൊടിയടയിൽ ഒരുപാട് ക്രാക്കേഴ്സിനെ വലിയൊരു പടയാക്കി അങ്ങനെ നിരത്തി നിർത്തും. ലൂഫിയുടെ ആദ്യത്തെ ഒരൊറ്റ പഞ്ചില് അവറ്റകൾ മുഴുവൻ പൊട്ടിച്ചെതറും. അടുത്തത് ആ റിയൽ ക്രാക്കറാണ്. ക്രാക്കറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലൂഫി ഇത്രയും വേഗം ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തി ഇത്തരത്തിലൊരു പവർ ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്യുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ലൂഫി ആണെങ്കിൽ അടുത്ത പഞ്ചിന് അവന്റെ ക്ലോസ് എത്തേണ്ട താമസം ഒരു പടക്കം പൊട്ടിയതുപോലെ അവന്റെ പവർ കംപ്ലീറ്റ് ആയിട്ട് പോയി. നമ്മുടെ ലൂഫി അവൻ വന്ന സ്പീഡിൽ പുറകിലേക്ക് പോയി തെറിച്ചു വീഴും. വില്ലനാണെങ്കിൽ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആവും. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് അറിയാതെ അവൻ അങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. ഇവിടെ ലൂഫി അവൻ ഏകദേശം കാര്യം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കും. അവിടെ അവന് കഴിക്കാൻ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റ് ആ വില്ലന്റെ കയ്യിൽ പെടാതെ ലൂഫിക്ക് ഒളിച്ചിരുന്നേ പറ്റൂ. അങ്ങനെയെങ്കിലും മാത്രമേ വീണ്ടും 10 ഗിയറിലേക്ക് പോകാനുള്ള പവർ അത് അബ്സോർബ് ചെയ്ത് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാൻ നമ്മുടെ ചെക്കനെ കൊണ്ട് കഴിയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സാഞ്ചിയെ കാണിക്കും. അവനാണെങ്കിൽ ആ ഒരു പ്ലേറ്റ് ഫുഡ് അതങ്ങനെ അവന്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് അതിനുശേഷം പതിയെ നിലത്തിരിക്കുകയാണ്. സാഞ്ചിയുടെ സിസ്റ്ററിനാണെങ്കിൽ അവനെ ഇപ്പൊ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. സാഞ്ചി ആണെങ്കിൽ ചുറ്റുമുള്ളവരെ ഒന്നും നോക്കാതെ നിലത്ത് വീണ ആ ഫുഡ് അത് പതിയെ കഴിക്കുകയാണ്. അത് കാണേണ്ട താമസം ആ ഷെഫ് അവള് വണ്ടറടിച്ച് അയ്യോ വേണ്ട, നിലത്ത് വീണ ഫുഡ് അത് നിങ്ങൾ കഴിക്കാൻ പാടില്ല. നിങ്ങൾ റോയൽ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. ഒരു കാരണവശാലും ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ആവശ്യമായിട്ടുള്ള പുതിയ ഫുഡ് അത് ഞാൻ എത്തിച്ചു തരാം. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അപ്പോഴും അവൾ പറയുന്നത് മൈൻഡ് ചെയ്യാതെ ആ ഫുഡ് അത് കഴിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവളുടെ മുഖത്ത് നോക്കി പറയും, സത്യത്തിൽ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. ഇങ്ങനെ ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇവർക്ക് യാതൊരു യോഗ്യതയും ഇല്ല. ഇതൊക്കെ കണ്ട് ആ നീലത്തലേന്റെ കൺട്രോൾ പോവും. അവൻ ചാടി വന്ന് സാഞ്ചിയെ കിക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ എന്താ, അവരുടെ പപ്പ അവനെ തടയാണ്. അവൻ ക്ലോസ് എത്തേണ്ട താമസം ബ്രേക്ക് പിടിച്ച് അങ്ങനെ നിൽക്കും. പക്ഷെ അവനിൽ നിന്ന് വന്ന ആ ഒരു വലിയ ആ ഫോഴ്സ് അടിച്ച് ആ ഷെഫ് പെണ്ണ് അവൾ തെറിച്ചു പോവും. സാഞ്ചി അവളെ കൈ കൊടുത്ത് പതിയെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇവിടെ ആ നീലത്തലയൻ അവൻ വീണ്ടും സാഞ്ചി അപമാനിക്കും. അതിന് സാഞ്ചി ആണെങ്കിൽ ടെൻഷനായിട്ട് യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ ഇത്രയും മാനേഴ്സ് ഇല്ലാത്തവരാണോ? അവളൊരു കുക്കാണെന്ന് കരുതി ഒരല്പെങ്കിലും ബഹുമാനം അവൾക്ക് കൊടുത്തൂടെ? അവൾ നമ്മളെപ്പോലെ തന്നെ കൈയും കാലും നാവും എല്ലാം ഉള്ള ഒരു മനുഷ്യ സ്ത്രീയാണ്. അത് കേട്ട് ഇച്ചിച്ചിയാണെങ്കിൽ സാഞ്ചിയോട് പറയും, നീ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്റ്റാറ്റസ് നോക്കാതെ പല കാര്യങ്ങളും നീ ചെയ്യും. മാത്രമല്ല നീ എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കും. അന്നും ഇന്നും ഞങ്ങൾക്കിതൊന്നും മനസ്സിലായിട്ടില്ല. ഉടനെ അവരുടെ പപ്പയാണെങ്കിൽ സാഞ്ചിയുടെ മാസ്റ്റർ ഷെഫ് ആളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇവനല്ലേ നിന്നെ ഇങ്ങനെയാക്കി മാറ്റിയത്? ഇവനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇവനെ എത്രയും വേഗം ഇവിടേക്ക് കൊണ്ടുവന്ന് നിന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ കൊന്നുകളയും. അത് കേട്ട് സാഞ്ചി അവൻ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കും. സാഞ്ചിയുടെ മുഖത്തെ ഭീതി അത് കാണുമ്പോൾ അവന്റെ പപ്പയ്ക്കും സിബ്ലിങ്സിനും അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് അതങ്ങനെ കൂടി വരും. സാഞ്ചിയെ തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയ കീ അത് ഇതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആക്ച്വലി ആ ടമഗോ അവനാണ് ഷെഫിന്റെ ഫോട്ടോയും സാഞ്ചിയുടെ കയ്യിൽ കിടക്കുന്ന ഹാൻഡ് കഫും അത് രണ്ടും ഇവരെ ഏൽപ്പിച്ചത്. അവർക്ക് നന്നായിട്ട് അറിയാം ഈ ഷെഫിനും സാഞ്ചിയുടെ ഫ്രണ്ട്സിനും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സാഞ്ചിക്ക് സഹിക്കാനാവില്ല എന്ന്. അതുകൊണ്ട് തന്നെ
അവരുടെ ഭീഷണിക്ക് അതിന് സാഞ്ചി വഴങ്ങുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ സാഞ്ചിക്കും അവന്റെ ഫാമിലിയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അവരെന്തു പറയുന്നോ അത് തീർച്ചയായിട്ടും അവർ പ്രവർത്തിച്ചിരിക്കും. സോ അവന് വേറെ വഴിയില്ലാതെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അവനങ്ങനെ തല താഴ്ത്തി നിൽക്കും. അവന്റെ പപ്പയാണെങ്കിൽ ഒരു കാര്യം തീർത്തു പറയാണ്, ഞാൻ പറയുന്ന വാക്ക് അത് തീർച്ചയായിട്ടും ഞാൻ പാലിക്കും. അതുകൊണ്ട് തന്നെ നിനക്ക് നിന്റെ ഫ്രണ്ട്സിനെയും ഈ ഷെഫിനെയും ലൈഫ് ലോങ് വേണമെങ്കിൽ മര്യാദയ്ക്ക് നിന്റെ ഫ്രണ്ട്സുകളെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അതിനുശേഷം നല്ല കുട്ടിയായി നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഈ വിവാഹം കഴിച്ച് ഇവിടെ ഈ റോയൽ ഫാമിലിയിൽ നീ ഹാപ്പി ആയിട്ട് ജീവിക്കണം. സാഞ്ചി ആണെങ്കിൽ ഒരു നിമിഷം ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. കപ്പലുകൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായതും ക്ലൈമറ്റ് ചേഞ്ചായി കപ്പലുകൾ കൂട്ടിയിടിച്ച് കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും കടലിലേക്ക് മറിഞ്ഞതും അതിനുശേഷം ആ സീനിയർ ഷെഫ് ആള് സാഞ്ചിയായിട്ട് ആ മലമുകളിലേക്ക് വന്നത്. ആക്ച്വലി അതൊരു വലിയ മലയാണ്. അവിടേക്ക് എങ്ങനെയാണ് ആ ഷെഫ് വലിഞ്ഞു കയറിയെന്ന് പോലും സാഞ്ചിക്ക് അറിയില്ല. ഉണ്ടായിരുന്ന ഫുഡിൽ ഒരു ചെറിയ പങ്ക് അത് സാഞ്ചിക്ക് കൊടുത്ത് ബാക്കിയുള്ള വലിയ പങ്ക് അത് ആളെടുത്തു. അതിനുശേഷം രണ്ടുപേരും രണ്ട് ദിശകളിലേക്ക് നോക്കി ഏതെങ്കിലും കപ്പല് അവിടേക്ക് വരുന്നുണ്ടോ എന്ന് കാത്തിരുന്നു. എന്ന് നോക്കി ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കാത്തിരുന്നു. സാഞ്ചി ആണെങ്കിൽ ഷെഫിന്റെ ഫുഡിന്റെ ക്വാണ്ടിറ്റി അതുകൊണ്ട് ഷോക്കാവും. ഇത്രയും ഫുഡ് അത് നീ ഒറ്റയ്ക്ക് തിന്നുവാണോ? ഒരല്പം കൂടെ ഫുഡ് എനിക്ക് തായോ? അതിനാ ഷെഫ് പറയും, എന്റെ സൈസിന് എനിക്ക് ഇത്രയും ഫുഡ് അത് അനിവാര്യമാണ്. സോ മര്യാദയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ ഏതെങ്കിലും കപ്പൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്ക്. നിരാശനായ സാഞ്ചി അവനവന്റെ ഫുഡ് 20 ദിവസത്തേക്ക് അങ്ങനെ പങ്കിട്ട് മാറ്റിവെക്കും. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു കപ്പല് അവിടേക്ക് വന്ന് അവരെ രക്ഷിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. മണിക്കൂറുകളും മിനിറ്റുകളും ദിവസങ്ങളും കടന്നുപോയി. 25 ദിവസത്തിന് ശേഷം സാഞ്ചി അവനാണെങ്കിൽ ഇപ്പൊ വിശന്ന് പൊരിഞ്ഞ് അങ്ങനെ ആ പാറയിൽ ഇരിക്കുകയാണ്. സാഞ്ചിയുടെ കയ്യില് ഇനി അവശേഷിക്കുന്നത് ഒരു പൂപ്പല് പിടിച്ച് കേടായ ബ്രെഡിന്റെ കഷ്ണമാണ്. അവൻ ഒരുപാട് വിഷമത്തില് അത് കഴിക്കും. ആ ഒരു നിമിഷത്തിലാണ് സാഞ്ചി ആദ്യമായിട്ട് ഫുഡിന്റെ മഹത്വം അത് തിരിച്ചറിഞ്ഞത്. വേറെ വഴിയില്ലാതെ ആസ്വദിച്ച് കഴിക്കുമ്പോഴായിരിക്കും അവന്റെ കൈ തട്ടി ആ ബ്രെഡ് അത് വെള്ളത്തിലേക്ക് വീഴുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത 75 ദിവസം, നീണ്ട 75 ദിവസത്തിന് ശേഷവും അവിടേക്ക് ഒരു തോണി പോലും എത്തിയിട്ടില്ല. സാഞ്ചി ആണെങ്കിൽ വിശന്ന് തളർന്ന് മെലിഞ്ഞുണങ്ങി എല്ലായി മാറിയിരിക്കുകയാണ്. വേറെ വഴിയില്ലാതെ ഒരു സ്ക്വാഡ് എടുത്ത് ആ ഷെഫിന്റെ അടുത്തേക്ക് വരും. ആളുടെ അടുത്ത് ഇപ്പോഴും ആ വലിയ ചാക്ക് ഫുഡ് അതുണ്ട്. ഈ ഫുഡ് അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് അവനവന്റെ കത്തിയെടുത്ത് ആ ചാക്കിൽ ആഞ്ഞു വെട്ടുകയാണ്. അടുത്ത നിമിഷം സ്വർണം, വൈഡൂര്യം, രത്നങ്ങൾ അതെല്ലാം തന്നെ ആ ചാക്കിൽ നിന്ന് പുറത്തേക്ക് വരും. ആ ചാക്കിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഓ മൈ ഗോഡ്, ഇതിലപ്പോ ഫുഡ് ആയിരുന്നില്ലേ? ഷെഫാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ അങ്ങനെ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. സാഞ്ചിക്ക് മനസ്സിലാവും അവരുടെ കയ്യിൽ ഇത്രയും പണവും ഒരുപാട് അസറ്റ്സും ഉണ്ട്. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇപ്പോൾ അവർക്ക് കഴിക്കാൻ വകയില്ല. സാഞ്ചി ആണെങ്കിൽ ഇപ്പോൾ ആളുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കും. സത്യം പറയും, അപ്പൊ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ആഹാരമൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞ് ആളുടെ ദേഹത്തേക്ക് നോക്കും. ഒരു കാഴ്ച കണ്ട് സാഞ്ചി ഞെട്ടി അവൻ പുറകിലേക്ക് വീഴാണ്. അവൻ കണ്ടത് അത് മറ്റൊന്നുമല്ല, ആ ഷെഫിന് ഇപ്പൊ ഒരു കാലില്ല. കപ്പലുകളുടെ ഇടയിൽപ്പെട്ട് ആളുടെ ഒരു കാല് ആൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ആ സമയത്ത് പോലും സാഞ്ചിയെ രക്ഷിച്ചാണ് ആള് മുകളിലേക്ക് എത്തിയത്. സാഞ്ചിക്കാണെങ്കിൽ അത് സഹിക്കാൻ കഴിയാവുന്നതിനും അപ്പുറമായിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവർ രണ്ടുപേരും ആരുടെയൊക്കെയോ സഹായത്താൽ അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നീട് വരട്ടി ഹോട്ടൽ അത് സ്റ്റാർട്ട് ചെയ്യും. വരട്ടി റെസ്റ്റോറന്റ് അത് സ്റ്റാർട്ട് ചെയ്ത് ഷെഫാണെങ്കിൽ സാഞ്ചിക്ക് ഒരുപാട് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവനെ നല്ലൊരു ഷെഫാക്കും. പിന്നീടാണ് സാഞ്ചി ലൂഫിയെ കണ്ടുമുട്ടിയതും അവിടെ ഫൈറ്റ് നടന്നതും ഒടുവിൽ എല്ലാവരുടെ ആഗ്രഹപ്രകാരം സാഞ്ചി ലൂഫിയാൻ ടീമിലെ ഒരു മെമ്പറായി തീർന്നതും. കട്ട് ചെയ്ത സാഞ്ചി അവനെ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരുപാട് വിഷമത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അവൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ ഷെഫിനെ അദ്ദേഹത്തെ കാണിച്ചാണ് അവരിപ്പോ അവനെ ഭീഷണിപ്പെടുത്തുന്നത്. സാഞ്ചിയുടെ പപ്പ പറയും, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടാ നിന്റെ കൂടെയുള്ളവർക്കൊന്നും ഒന്നും സംഭവിക്കില്ല. ഇന്ന് നമുക്ക് ബിഗ് മോമിന്റെ കൂടെയും പുട്ടിങ്ങിന്റെ കൂടെയുമാണ് ലഞ്ച്. സോ ഞങ്ങൾ പറയുന്നത് കേട്ട് ഹാപ്പി ആയിട്ട് അതിന് സഹകരിക്കണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും 10 മിനിറ്റ് ആ ക്രാക്കറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടുകയാണ്. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു ബിസ്ക്കറ്റ് മാൻ അവൻ ലൂഫിയെ കറക്റ്റായിട്ട് കണ്ട് ഒരു സ്ക്വാഡ് എടുത്ത് ലൂഫിക്ക് നേരെ വീശുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.